മരിക്കാത്തവർ എന്ന ഉപനിഷത്ത് കഥയുടെ രണ്ടാം ഭാഗം. യമൻ വളരെ ആദരവോടെ നചികേതസിനെ സ്വീകരിച്ചു. ഭക്ഷണപാനീയങ്ങൾ നൽകി സൽക്കരിച്ചു. 3 ദിവസം കാത്തു നിൽക്കേണ്ടി വന്നതിലും ആദരിക്കാൻ കഴിയാതെ പോയതിനും വീണ്ടും വീണ്ടും മാപ്പ് യാചിച്ചു. എനിക്ക് മംഗളം ഭവിക്കട്ടെ. അങ്ങയെ അനാദരിച്ചത് കൊണ്ടുള്ള ദോഷം എനിക്ക് വരാതിരിക്കട്ടെ. നചികേതസിനെ സംപ്രീതനാക്കാൻ കാത്തു നിൽക്കേണ്ടി വന്ന ഓരോ ദിവസത്തിനും പ്രായശ്ചിത്തമായി ഓരോന്ന് വിധം അങ്ങേക്ക് ഇഷ്ടമുള്ള വരങ്ങൾ വരിച്ചുകൊള്ളുവാനും ആവശ്യപ്പെട്ടു. യമരാജന്റെ വാഗ്ദാനം കേട്ട നചികേതസ് പറഞ്ഞു: അല്ലയോ യമധർമ്മ രാജാവേ, ഞാൻ എൻ്റെ അച്ഛനെ വിട്ടുപോന്നവനാണ്. അദ്ദേഹം ദുഃഖിതനാണ്. എന്നോട് ദേഷ്യമുണ്ടാകും. അദ്ദേഹം ദുഃഖമെല്ലാം മറന്ന് സന്തുഷ്ടനായി തീരണം. അങ്ങയുടെ അടുത്തു നിന്നും മടങ്ങി ചെല്ലുന്ന എന്നെ തിരിച്ചറിയുകയും സന്തോഷിക്കുകയും വേണം. ഇതാണ് ഒന്നാമത്തെ വരമായി ഞാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാവട്ടെ. അരുണന്റെ മകനും ഉദ്ദാലകന്റെ വളർത്തുപുത്രനുമായ ഗൗതമൻ എന്റെ അനുഗ്രഹത്താൽ മുമ്പെന്ന പോലെ നചികേതസിനെ തിരിച്ചറിയുകയും സന്തോഷിക്കുകയും ചെയ്യും. മനക്ലേശം ഒന്നും കൂടാതെ രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങും. ഇനി രണ്ടാമത്തെ വരമായി എന്താണ് വേണ്ടത്? നചികേതസ് പറഞ്ഞു: അല്ലയോ യമധർമ്മ രാജാവേ, ഭൂമിയിലുള്ള ജീവിതത്തെ അപേക്ഷിച്ച് സ്വർഗജീവിതം വളരെ ശ്രേഷ്ഠമാണ്. ഭൂമിയിൽ ജീവികൾക്ക് പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്നു. വിശപ്പ്, ദാഹം, രോഗം, വാർദ്ധക്യം, മരണം എന്നിങ്ങനെ ക്ലേശങ്ങൾ ഏറെയുണ്ട്. എന്നാൽ സ്വർഗത്തിൽ ഈ വിധ ദുഃഖങ്ങൾ ഒന്നുമില്ല. അവിടെ എല്ലാവരും സുഖമായി വസിക്കുന്നു. അങ്ങനെയുള്ള സ്വർഗത്തിൽ വസിക്കാൻ യാഗങ്ങളും ഹോമങ്ങളും അനുഷ്ഠിക്കേണ്ടി വരും. ആ അഗ്നിവിദ്യ എനിക്ക് ഉപദേശിച്ചു തന്നാലും. സ്വർഗപ്രാപ്തിക്ക് അനുഷ്ഠിക്കേണ്ട സാധനബോധമായ അഗ്നിവിദ്യയെപ്പറ്റി എനിക്കറിയാം. അത് നിനക്ക് ഉപദേശിച്ചു തരാം. നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ട് മനസ്സിലാക്കിയാലും. യമൻ നചികേതസിന് ലോകങ്ങളുടെ എല്ലാം ആദിയായ അഗ്നിയെപ്പറ്റിയും ആ അഗ്നിചയനത്തിന് ഏതെല്ലാം തരത്തിലുള്ള ഇഷ്ടികകൾ എത്ര എണ്ണം വേണമെന്നും എങ്ങനെയാണ് അവ വയ്ക്കേണ്ടതെന്നും മറ്റും പറഞ്ഞു കൊടുത്തു. നചികേതസ് യമന്റെ വാക്കുകൾ അങ്ങനെ തന്നെ ആവർത്തിച്ചു പറഞ്ഞു. ഇത് കേട്ട് സന്തുഷ്ടനായ യമൻ പറഞ്ഞു: നിന്റെ ബുദ്ധിവൈഭവവും ശ്രദ്ധയും എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾ നിന്നെപ്പോലെ ആകണം. നിനക്ക് പ്രത്യേകമായി ഒരു വരം കൂടി നൽകുന്നു. സ്വർഗപ്രാപ്തിക്കുള്ള അഗ്നിവിദ്യ ഇന്നു മുതൽ നചികേതാജ്ഞ എന്നറിയപ്പെടും. ഈ വരത്തോടൊപ്പം വളരെ മനോഹരവും വിചിത്രവുമായ ഒരു രത്നമാലയും നചികേതസിന് യമൻ സമ്മാനമായി നൽകി. എന്നിട്ട് മൂന്നാമത്തെ വരം ചോദിക്കുവാൻ പറഞ്ഞു. നചികേതസ് പറഞ്ഞു: പ്രഭോ, മനുഷ്യർ മരിച്ചുപോയാൽ പിന്നെയും എന്തോ എന്ന് അവശേഷിക്കുന്നുണ്ട് എന്ന് ചിലർ പറയുന്നു. ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് വേറെ ചിലരും പറയുന്നു. ഈ രണ്ട് അഭിപ്രായങ്ങളിൽ ഏതാണ് സത്യം? എൻ്റെ ഈ സംശയത്തിന് പരിഹാരം അങ്ങ് ഉപദേശിച്ചാലും. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ വരം. നചികേതസിന്റെ ചോദ്യം യമനെ വിസ്മയിപ്പിച്ചു. ഒരു ബാലനിൽ നിന്ന് ഇത്തരമൊരാഗ്രഹം ആരും പ്രതീക്ഷിക്കുകയില്ലല്ലോ. മരണാന്തര രഹസ്യത്തെക്കുറിച്ചുള്ള ഇവന്റെ ജിജ്ഞാസ പ്രശംസനീയം തന്നെ. പക്ഷേ അതറിയാനുള്ള യോഗ്യത ഈ കുട്ടിക്കുണ്ടോ? എത്രയും പരമവും രഹസ്യവുമായ ആ സത്യങ്ങളെ ഉപദേശിച്ചു കൊടുത്താൽ ഇവന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഒന്ന് പരീക്ഷിക്കുക തന്നെ വേണം. യമൻ പറഞ്ഞു: നചികേതസേ, നീ ഒരു ചെറിയ കുട്ടിയാണ്. നിന്റെ സംശയം അത്യന്തം സൂക്ഷ്മമാണ്. ദേവന്മാർക്ക് പോലും ഈ കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് ഈ വരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു വരം ചോദിക്കുക. പ്രഭു, ദേവന്മാർക്ക് പോലും ഈ വിഷയത്തിൽ സംശയം തീർന്നിട്ടില്ലെന്ന് അങ്ങ് പറയുന്നു. മനസ്സിലാക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ മരണാന്തര കാര്യങ്ങളെ പറ്റിയുള്ള സംശയം പറഞ്ഞു തരാൻ അങ്ങയെപ്പോലെ ശ്രേഷ്ഠനായ വേറെ ആരാണുള്ളത്? എനിക്ക് കിട്ടിയ ഈ അവസരം
പാഴാക്കുകയില്ല. ഇതൊഴിച്ച് മറ്റൊരു വരവും എനിക്ക് ആവശ്യവുമില്ല. അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.